Hello friends, motion is still in മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയുടെ എൻറ്റയർ കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. A to Z കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ആ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ആ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് NCERT ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഇതെല്ലാം നമ്മൾ നീറ്റ് എക്സാമിനേഷന് വളരെ അത്യാവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതെല്ലാം നമ്മൾ വിത്ത് കോൺസെപ്റ്റ് സഹിതം എക്സ്പ്ലെയിൻ ചെയ്യും. Okay, so our first question ആണ്. First question actually നിങ്ങൾ NCERT യിലെ എക്സാമ്പിൾ 3.4 ആണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ക്വസ്റ്റ്യൻ ഇതാണ്: A ball is thrown vertically upwards with a velocity 20 meter per second from the top of a multi-story building. So ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു മൾട്ടി-സ്റ്റോറി ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ ഒരു മൾട്ടി-സ്റ്റോറി ബിൽഡിംഗ് ഉണ്ട്. ഉണ്ടോ? ഒരു ബഹുനില കെട്ടിടമുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നാണെങ്കിൽ ഒരാൾ ഒരു കല്ലെടുത്തെറിയുകയാണ്, ഒരു ബോൾ എടുത്തെറിയുകയാണ്. എങ്ങനെ എറിയുന്നത്? ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. 20 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു ബോളിനെ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. സോ വെലോസിറ്റി എത്രയാണ്? ഇനിഷ്യൽ വെലോസിറ്റി u which is equal to 20 meter per second. 20 meter per second. From the top of a multi-story building, the height of the point from where the ball is thrown is 25 from the ground. So ഇവിടെ നിന്നും ഇവിടം വരെയുള്ള ഹൈറ്റ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 25 മീറ്റർ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എ ആണ്: ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്? എങ്കിൽ ഈ ബോൾ എത്ര മുകളിലേക്കാണ് പോയത്? സോ ഈ ഹൈറ്റ് ആണ് എനിക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഹൈറ്റ് ആദ്യം കണ്ടുപിടിക്കണം. സോ വെർട്ടിക്കലി അപ്പോഴാണ് ഞാൻ വളച്ച് വരച്ചതേ ഉള്ളൂ, നേരെ കുത്തനെ മുകളിൽ പോയി ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. സോ ഞാൻ ഹൈറ്റിനെ വിളിക്കുന്ന പേര് എക്സ് ആണെന്ന് എഴുതിക്കൂ. എനിക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് സിമ്പിൾ ഇക്വേഷൻ ഉപയോഗിക്കാം. ഞാനിവിടെ ആദ്യമേ പെട്ടെന്ന് ഷോർട്ട് കട്ട് മെത്തേഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സിമ്പിൾ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പോവാണ്. എനിക്കറിയാം ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. ആക്സലറേഷൻ എങ്ങോട്ടാണ്? താഴേക്കാണ് എപ്പോഴും. എത്രയാണ്? -g ആണ്. g എന്താണ്? നെഗറ്റീവാണ്. v 0 ആണ്. u എന്താണ്? മുകളിലേക്കാണ്. സോ u എന്താണ്? പോസിറ്റീവാണ്. സോ u പോസിറ്റീവാണ്, g നെഗറ്റീവാണ്, v 0 ആണ്. x കണ്ടുപിടിക്കണം. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം v സ്ക്വയർ which is equal to u സ്ക്വയർ പ്ലസ് 2ax. വിൻ്റെ വാല്യൂ 0 ആണ്, യുവിൻ്റെ വാല്യൂ 20 ആണ്. സോ 20 സ്ക്വയർ. ഇത് എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണത് നെഗറ്റീവാണ്, കാര്യം ജി താഴേക്കാണ് ആക്ട് ചെയ്യണത്. സോ നമ്മൾ പറയും -2gx. സോ ഈ 2gx ഇവിടെ കൊണ്ടുവരാം. സോ -2gx ഇവിടെ ആകുമ്പോൾ പ്ലസ് 2g. ജിക്ക് വാല്യൂ എടുക്കാം, നമുക്ക് 10 കൊടുക്കാം. സോ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് ടേക്ക് g which is equal to 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 10 കൊടുക്കാം. ഇനി x ആണ് ഇൻറ്റു എക്സ് which is equal to 20 സ്ക്വയർ. സോ എന്താണ്? 20 ആണ്. 20x which is equal to 20 സ്ക്വയർ ആൻഡ് x which is equal to ഒരു 20യും ഇവിടുത്തെ 20യും ക്യാൻസൽ ആകും. സോ നമുക്ക് കിട്ടും 20 മീറ്റർ. സോ എത്ര മീറ്റർ മുകളിലോട്ട് പോകും? 20 മീറ്റർ മുകളിലേക്ക് റൈസ് ചെയ്യും. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ് സാർ, വളരെ സിമ്പിളാണ് നിങ്ങൾ പറയും അല്ലേ? ഓക്കെ, ബി പാർട്ടാണ്. ഹൗ ലോങ്, എത്ര സമയം? ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര സമയം. വിൽ ഇറ്റ് ബി ടേക്ക് ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട്? അതായത് ബോൾ മുകളിൽ പോയി താഴെ വീഴാൻ എത്ര സമയം ആവശ്യം വരും? സോ മുകളിൽ പോയി താഴെ വരാൻ എത്ര സമയമാണ് ആവശ്യം? സോ എൻറ്റയർ മോഷൻ പരിഗണിക്കണം, എൻറ്റയർ മോഷൻ എടുക്കണം. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം ഇക്വേഷൻ S is equal to ut പ്ലസ് ½ at സ്ക്വയർ. സാർ എന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചത്? നമുക്കറിയാം ഇവിടെയാണെങ്കിൽ v which is equal to u plus at എന്ന ഇക്വേഷൻ ഉണ്ട്. അവിടെ ടൈം ഉണ്ട്. ഇവിടെ ടൈം ഉണ്ടോ? ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവിടെ ടൈം ഒന്നുമില്ല. ഈ ഇക്വേഷൻ ടൈം ഉണ്ട്, പക്ഷേ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി അറിയാം, പക്ഷേ ഫൈനൽ വെലോസിറ്റി ഇല്ല. കണ്ടോ? സമയം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഇക്വേഷനിൽ എന്തൊക്കെ അറിയത്തില്ല? നമുക്ക് ഫൈനൽ വെലോസിറ്റി അറിയത്തില്ല, അതുപോലെ ടൈം അറിയത്തില്ല. സോ ഇക്വേഷനിൽ രണ്ട് കാര്യം അറിയത്തില്ല. നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഇക്വേഷനിലാണെങ്കിലോ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലേക്കുള്ള അകലം. ഇനിഷ്യൽ പോയിന്റ് ഇതാണ് ഇവിടെ നിന്ന് തുടങ്ങുന്നത്, ഫൈനൽ പോയിന്റ് താഴെ വീഴുകയാണ്. സോ അതാണ് ഫൈനൽ പോയിന്റ്. ഈ അകലം എത്രയാണത്? ഇനിഷ്യൽ ടു ഫൈനൽ താഴേക്കല്ലേ? സോ -25.
താഴേക്കായതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് എടുക്കാൻ മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു സൈൻ കൺവേർഷൻ എങ്ങനെയാണ്. സോ ഇതാണ് നമ്മളുടെ ഒറിജിൻ, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ. അതിന് മുകളിലേക്കുള്ളതെല്ലാം പോസിറ്റീവ്, താഴേക്കുള്ളതെല്ലാം നെഗറ്റീവ്. സോ താഴേക്ക് എന്തെടുത്താലും ഇതാണ് നെഗറ്റീവാണ്. സോ ജി എന്താണ്? താഴേക്കാണ്, നെഗറ്റീവാണ്. എസ് എന്താണ്? എസ് എന്ന് പറയുന്നത് 25 ആണ്. എന്താണ് 25? -25 മീറ്റർ ആണ്. സോ എസിന് പകരം പറയാം എന്ത്? -25 വിച്ച് ഈസ് ഈക്വൽ ടു യു. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? അത് പ്ലസ് ആണ്. നമുക്ക് സൈൻ ഇടാൻ മറക്കരുത്. നിങ്ങൾ സൈനോട് ചേർത്ത് വേണം പറയാൻ. 20 അല്ലേ? 20. ഓക്കെ. ടി ഇനി -12 GT². ജി എത്രയാണ്? 10 ആണ്. സോ മൈനസ് ജി ആണ് കേട്ടോ, മൈനസ് ജി ആണ്, അതുകൊണ്ടാണ് നെഗറ്റീവ് ഇട്ടത്. × T². സോ വെട്ടിക്കളയുമ്പോൾ 5 കിട്ടും. സോ നമുക്ക് കിട്ടി -25 വിച്ച് ഈസ് ഈക്വൽ ടു 20T -5T². നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം. സോ ഇതിനെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അല്ലെങ്കിൽ എല്ലാത്തിനെയും 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും -5 വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് വെട്ടിക്കളയുമ്പോൾ 5 കൊണ്ട് വെട്ടിക്കളയുമ്പോൾ 4 കിട്ടും. 4T -T². ഇതെല്ലാം ഇവിടെ കൊണ്ടുവരാം. അവിടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഈ -T² ഇവിടെ വരുമ്പോൾ +T² ആവും. ഈ +4 ഇവിടെ വരുമ്പോൾ -4 ആവും. -4T പിന്നെ അവരുണ്ട് -5 ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി അല്ലേ? ഇതിനെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ബേസിക് ഇക്വേഷൻ ഉപയോഗിക്കാം. -b +or -√(b² - 4ac) ആ ഇക്വേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 2 സംഖ്യകളുണ്ട്. ആ 2 സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -4 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ -4 കിട്ടണം. ഏതൊക്കെയാണ് വാല്യൂസ്? T -5 T + 1 വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ടീൻ്റെ വാല്യൂ എത്ര കിട്ടും? T വിച്ച് ഈസ് ഈക്വൽ ടു 5 അല്ലെങ്കിൽ -1. സോ മൈനസ് എടുക്കൂ, സമയമല്ലേ? സമയത്തിന് മൈനസ് ഉണ്ടോ? ഇല്ല. സോ ടൈം എത്രയായിരിക്കും? T വിച്ച് ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. സോ സിമ്പിളായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. കണ്ടോ? NCERTയിലെ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിളാണ്. എന്താണ്? സൈൻ ഇട്ട് കൊടുക്കാൻ അറിയണം. ആ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സൈൻ കൺവേർഷൻ അറിയണം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ ഇവിടെ പോയി തിരിച്ചു വരാൻ ആവശ്യമായ സമയം എത്രയാണ്? അതാണ് 5 സെക്കൻഡ്. ഓക്കെ. ഇനി ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ? അല്ല, ഈ ക്വസ്റ്റ്യൻ മുറിച്ച് ചെയ്യാം. ഇവിടെ തൊട്ട് ഇവിടെ വരെ പോരാൻ ആവശ്യമായ സമയം അത്രയും സമയമാണ്. ഇവിടെ വരെ തിരിച്ചു വരാൻ, പിന്നെ ഇവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിക്കണം, പിന്നെ എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കണം. അങ്ങനെ മുറിച്ച് ചെയ്യാം. എന്തിനാ അങ്ങനെ ചെയ്യാൻ പോണത്? ഒറ്റ ഇക്വേഷൻ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. കണ്ടോ? സിമ്പിളായിട്ട് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങളെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 2 bodies A of mass 1 kilogram and B of mass 3 kilogram are dropped from heights 16 meter and 25 meter respectively. സോ ഇവിടെ എന്തുണ്ട്? എൻ്റെ കയ്യിൽ 2 ബോഡീസ് ഉണ്ട്, A എന്നും അതുപോലെ മറ്റൊരു ബോഡി ഉണ്ട് B എന്നും. മാസൊക്കെ വ്യത്യസ്തമാണ്. നമുക്കറിയാം മാസ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാര്യം മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഗലീലിയോയുടെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, അതാണ് കോയിൻ ഫെദർ എക്സ്പെരിമെൻറ്റ്. ഗലീലിയോ ആണെങ്കിൽ ഒരു വാക്വം എന്ന് പറഞ്ഞ ട്യൂബിലൂടെയാണെങ്കിൽ ഒരു കോയിനും അതുപോലെ ഒരു ഫെദറും ഡ്രോപ്പ് ചെയ്തു. കോയിനും ഫെദറും രണ്ട് മാസമാണല്ലേ? ഒരു തൂവലിനും ഒരു നാണയത്തിനും 2 മാസമാണ്. പക്ഷേ മാസ് ഒന്നും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് 2 ഒരേ സമയത്ത് താഴെ വീണു. അപ്പോൾ എയറിൻ്റെ റെസിസ്റ്റൻസ് ഇല്ല എങ്കിൽ മാസ് ഒന്നും ബാധകമല്ല. ഒരേ സമയത്ത് 2 വസ്തുക്കളും താഴെ വീഴും. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എല്ലാ ബോഡിക്കും ഒരുപോലെയാണ്. സോ ജീൻ്റെ വാല്യൂ എല്ലാവർക്കും ഒരുപോലെയാണ്. സോ മാസ് ഇവിടെ ബാധകമാണോ? മാസ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഈ 2 ബോഡീസ് ആണെങ്കിൽ ഡ്രോപ്പ് ഫ്രം ഹൈറ്റ്സ് 16 മീറ്റർ ആൻഡ് 25 മീറ്റർ റെസ്പെക്റ്റീവ്ലി. സോ ഇതെത്ര ഹൈറ്റ് താഴെ കിട്ടത്? ഇതാണ് H1 എന്ന് പറയുന്നത്. H1 വിച്ച് ഈസ് ഈക്വൽ ടു 16 മീറ്റർ. H2 വിച്ച് ഈസ് ഈക്വൽ ടു 25 മീറ്റർ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെയെങ്കിൽ ദ റേഷ്യോ ഓഫ് ദ ടൈം ടേക്കൺ ബൈ ദം, ഇതിൻ്റെ എത്ര സമയം കൊണ്ടാണ് താഴെ വീണത്? ഇവ എത്ര സമയം കൊണ്ടാണ് താഴെ വീണത്? സോ നമുക്കറിയാം ഒരു യൂണിഫോം ആക്സലറേഷൻ മോഷനാണത് അല്ലേ? അതായത് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് യൂണിഫോം ആക്സലറേഷൻ ആണ്. യൂണിഫോം ആക്സലറേഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T². ഈ ക്വസ്റ്റനിൽ പഠിച്ചല്ലേ? അപ്പോൾ നമ്മൾ പറയും യെസ് പ്രൊപ്പോർഷണൽ ടു T² ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം S = UT + ½ AT².
S is equal to ut plus half at square. ഈ ഇക്വേഷനിൽ യുവിൻ്റെ വാല്യൂ 0 ആണ്. സോ എസ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ 0 ആയിപ്പോയി, യുവിൻ്റെ വാല്യൂ 0 ആണ്, ഇനിഷ്യലി ഡ്രോപ്പ് ചെയ്തേക്കുവാണ്. സോ ഡ്രോപ്പ് ചെയ്തുകൊണ്ടാണെങ്കിൽ യുവിൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പറയും ഹാഫ് ജി ടി സ്ക്വയർ. സോ ഹാഫ് ജി ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ എസ് പ്രൊപ്പോർഷണൽ ടു എന്തുവാണ്? ടി സ്ക്വയർ ആണ്. അപ്പോൾ എസ് പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ എച്ച് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? h1 divided by h2 which is equal to t1 square divided by t2 square. കണ്ടോ, റേഷ്യോ നമ്മളെ സഹായിക്കും. ആദ്യമേ റിലേഷനിൽ നിന്നും റേഷ്യോ ഉണ്ടാക്കാൻ മനസ്സിലാക്കണം. സോ h1 വാല്യൂ എത്രയാണ്? h1 ആണിത് 16 ഡിവൈഡ് ബൈ അടുത്ത എന്താണ്? h2 25 which is equal to t1 എത്രയാണ് പറഞ്ഞേക്കുന്നത്? ഇല്ല, അത് പറഞ്ഞിട്ടില്ല അല്ലേ? t1 സ്ക്വയർ ഡിവൈഡ് ബൈ t2 സ്ക്വയർ. നമുക്ക് t1 ഡിവൈഡ് ബൈ t2 കണ്ടുപിടിക്കണം. നമുക്ക് റൂട്ട് എടുക്കാം, ഇതിൻ്റെ ഫുള്ളിനെ റൂട്ട് എടുക്കാം. അങ്ങനെ ഫുൾ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും 4 ഡിവൈഡ് ബൈ 5 അല്ലേ? 4/5 വിച്ച് ഈസ് ഈക്വൽ ടു t1 ബൈ t2. സോ ആൻസർ എത്രയാണ്? 4/5. സോ t1 ബൈ t2ൻ്റെ റേഷ്യോ എത്രയാണ്? 4/5 ആണെന്ന് കിട്ടും. കാര്യം മനസ്സിലായോ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനാണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. എ ബോയ് ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ ടോപ്പ് ഓഫ് എ ടവർ 20 മീറ്റർ. സോ ഒരു ടവറുണ്ട്, ഒരു ടവറാണ്. ഈ ടവറിൻ്റെ മുകളിലാണെങ്കിൽ ഒരു ചെറുക്കൻ നിൽപ്പുണ്ട്. ഈ ടവറിൻ്റെ ഹൈറ്റ് എത്രയാണ്? ടവറിൻ്റെ ഹൈറ്റ് എത്രയാണ്? 20 മീറ്റർ. ഓക്കെ, 20 മീറ്റർ. ഡ്രോപ്സ് എ സ്റ്റോൺ, ഒരു സ്റ്റോൺ എന്ത് ചെയ്യാൻ പോവാണ്? ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. അസ്യൂം g is equal to 10 meter per second square. The velocity which hit the ground. കണ്ടോ, ഈ സ്റ്റോൺ ആണെങ്കിൽ എത്ര സ്പീഡിലാണ് താഴെ വീഴുന്നത്? സോ താഴെ വീഴുന്ന തൊട്ട് മുന്നേ ഉള്ള വെലോസിറ്റി എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? v which is equal to root of 2gh. ഇതെങ്ങനെ കിട്ടിയത്? ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. v square which is equal to u square plus 2as. വി എന്താണ്? നെഗറ്റീവാണ്, താഴേക്കായതുകൊണ്ട് നെഗറ്റീവാണ്. വി നെഗറ്റീവാണ്, യു എന്നാണ് 0 ആണ്. ഇവിടെ ജി എന്ന് പറഞ്ഞാൽ മൈനസ് ജി ആണ്. സോ വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എല്ലാം ക്യാൻസൽ ആയിപ്പോയി 2gh എന്ന് കിട്ടും. വി വിച്ച് ഈസ് ഈക്വൽ റൂട്ട് 2gh എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2g 10 എടുത്താൽ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു h എത്രയാണ്? h എത്രയാണ്? 20 ആണ്. സോ 20 വിച്ച് ഈസ് ഈക്വൽ ടു 400 വിച്ച് ഈസ് ഈക്വൽ ടു 20 meter per second. സോ ആൻസർ എത്രയാണ്? 20 meter per second ആണ് ആൻസർ. സിമ്പിൾ അല്ലേ? സിമ്പിളാണ് അല്ലേ? സിമ്പിളാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി ഈസ് റിലീസ് ഫ്രോം ദ ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് h. സോ ഇവിടെയാണെങ്കിൽ ഒരു ടവർ ഉണ്ട്. ടവറിൻ്റെ ഹൈറ്റ് എന്നിട്ടുണ്ട്, ടോട്ടൽ ഹൈറ്റ് ആണ് h എന്ന് പറയുന്നത്. ഒരു ബോഡി ആണെങ്കിൽ റിലീസ് ചെയ്യുകയാണ്, ഒരു കല്ലാണെങ്കിൽ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്. റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ യുവിൻ്റെ വാല്യൂ എന്താണ്? യുവിൻ്റെ വാല്യൂ 0 ആണ്. ഇനിയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ടേക്സ് t ടൈം ടു റീച്ച് ദ ഗ്രൗണ്ട്. ഇവിടുന്ന് ഇവിടം വരെ എത്താൻ എത്ര സമയം വേണം? t ടൈം വേണം. സോ എച്ചും ടി നമ്മൾ റിലേഷൻ നമുക്ക് അറിയാം. എന്താണ്? എച്ച് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ ആണ്. ഡിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു ടൈമിൻ്റെ സ്ക്വയർ ആണ്. എന്താണ്? ഇത് മോഷനാണ്, യൂണിഫോം ആക്സലറേഷൻ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത് പൊസിഷൻ ഓഫ് ദ ബോഡി t/2 ടൈം. t/2 ടൈമിൽ ബോഡിയുടെ പൊസിഷൻ എത്രയാണ്? ഇത് ടി ആണെങ്കിൽ അതിൻ്റെ നേരെ പകുതി. t/2 ടൈമിൽ ബോഡിയുടെ പൊസിഷൻ എവിടെയാണ്? ആഫ്റ്റർ റിലീസിങ് ഫ്രം ദ ഗ്രൗണ്ട്. ഉണ്ടോ, ഗ്രൗണ്ടിൽ നിന്നും എത്രയാണ്? ഇത് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇതാണ് എക്സ്. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്ര മനസ്സിലായോ? സോ ഒരു ബോഡി ആണെങ്കിൽ ഞാൻ താഴേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ എച്ച് ഹൈറ്റ് ആണ് ട്രാവൽ ചെയ്യേണ്ടത്. അതിനാവശ്യമായ സമയമാണ് ടി എന്ന് പറയുന്നത്. t/2 ആയപ്പോഴത്തേക്കും അതിൻ്റെ പൊസിഷൻ എവിടെയാണ്? എവിടെ നിന്നാണ്? ഗ്രൗണ്ടിൽ നിന്നുള്ള പൊസിഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, ട്രാവൽ ചെയ്ത പൊസിഷൻ അല്ല, ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ല, ഗ്രൗണ്ടിൽ നിന്നുള്ള ബാക്കി എത്ര ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആലോചിച്ച് ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആലോചിച്ച് ആൻസർ ചെയ്യണം. ഓക്കെ, സോ നമുക്കറിയാം എച്ച് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ ആണെങ്കിൽ h1 ഡിവൈഡ് ബൈ h2 എന്ന് പറയുന്നത് എന്താണ്? t1 സ്ക്വയർ ഡിവൈഡ് ബൈ
T2² ആയിരിക്കും. സിമ്പിളാണ്. നമുക്ക് വേറെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാര്യം നമുക്ക് റിലേഷൻ ഉണ്ട്, അതിൽ നമുക്ക് റേഷ്യോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. H1 എന്താണ്? ആകെ ഡിസ്റ്റൻസ് എടുക്കാൻ പോവുകയാണ്. എത്രയാണ്? H1 പകരം പറഞ്ഞു H എന്ന് പറഞ്ഞു. ഡിവൈഡ് ബൈ H2 നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. H2 എന്താണ്? ഇവിടെ നിന്നും എത്ര ദൂരമാണ് ട്രാവൽ ചെയ്തത്. കണ്ടോ, ഇതാണ് H2. നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് എന്താണ്? ട്രാവൽ ചെയ്ത ദൂരങ്ങളാണ് കിട്ടുന്നത്. മനസ്സിലാവണ്ടോ? H2 എന്താണ്? ഇവിടുന്ന് എവിടം വരെയാണ് ഈ T2 സമയത്ത് എത്രയാണ് ട്രാവൽ ചെയ്തത്. ഞാൻ പറയുകയാണ് H2 എനിക്ക് അറിയത്തില്ല. ഞാൻ H2നെ വിളിക്കുന്ന പേരാണ്, ഇതാണ് H2 എന്ന് പറയുന്നത്. ഞാൻ അതിനെ Y എന്ന് വിളിക്കാൻ പോവാണ് കേട്ടോ. Y എന്ന് വിളിക്കാൻ പോവാണ്. സോ നമുക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ Y എന്ന് വിളിക്കാൻ പോവാണ്. വിച്ച് ഈസ് ഈക്വൽ ടു T1. T1 എന്താണ്? ആദ്യമുള്ള സമയം, അതായത് H ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ആവശ്യമായ സമയം. H ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ആവശ്യമായ സമയം എത്രയായിരുന്നു? T ആയിരുന്നു. സോ T². ഡിവൈഡ് ബൈ, ഇനി എന്താണ്? T/2 ട്രാവൽ ചെയ്യുന്ന സമയം നമുക്ക് വേണ്ടുന്നത് അല്ലേ? Y എന്താണ്? T/2 ട്രാവൽ ചെയ്യുന്ന സമയമാണ്. അതായത് T/2 ഇതാണ് T2 എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ T²ഉം ഈ T² ക്യാൻസൽ ആയി പോകും. എന്താണ്? 1/4 ആണ്. 1/2 the whole square 1/4 ആണ്. അതിൻ്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് കിട്ടും H/Y വിച്ച് ഈസ് ഈക്വൽ ടു, ഈ 1/4 മുകളിൽ വരുമ്പോൾ 4/1 എന്ന് വരും. നമുക്ക് Y കണ്ടുപിടിക്കാം. Y വിച്ച് ഈസ് ഈക്വൽ ടു Y ഇവിടെ കൊണ്ടുവരാം, ഈ 4ന് താഴെ കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ കിട്ടും H/4. സോ H/4 ആണോ ആൻസർ? അല്ല. ചോദിച്ചെങ്കിൽ എന്താണ്? ഫ്രം ദ ഗ്രൗണ്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടുന്നത്. നമുക്ക് X ആണ് വേണ്ടുന്നത്. നമുക്ക് Y കിട്ടിക്കഴിഞ്ഞു. സോ നമുക്ക് മനസ്സിലായി X + Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? H ആണ് അല്ലേ? X + Y എന്താണ്? H ആണ്. മനസ്സിലാവുണ്ടോ? അതിൽ എന്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞു? നമ്മൾ Y കണ്ടുപിടിച്ച് കഴിഞ്ഞു. Y എത്രയാണ്? H/4 ആണ്. സോ X + Yക്ക് പകരം പറയാം H/4 വിച്ച് ഈസ് ഈക്വൽ ടു H. സോ X വിച്ച് ഈസ് ഈക്വൽ ടു H മൈനസ് H/4. എത്ര കിട്ടും? 3/4 H എന്ന് കിട്ടും. ഓക്കെ. സോ 1 ഇത് 4, 1ൽ നിന്നും 4 കുറച്ചാൽ 3/4 3/4. ഓക്കെ. സോ 3/4 H 3H/4. സിമ്പിളായിട്ട് ആൻസർ കണ്ടുപിടിക്കാം. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ സ്റ്റോൺ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ്. ഒരു സ്റ്റോൺ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? അതിനെ മുകളിലേക്ക് എറിയാൻ പോവുകയാണ്. വെൻ സ്റ്റോൺ ഈസ് അറ്റ് എ ഹൈറ്റ് ഹാഫ് ഓഫ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ്. സോ ആകെ ഹൈറ്റ് ഇതാന്ന് വിചാരിച്ചോ. ആകെ ഹൈറ്റ് ഇതാണ്. ആകെ ഹൈറ്റ് H ആണ് ആകെ ഹൈറ്റ്. അതിന് നേരെ പകുതി എത്തിയപ്പോഴത്തേക്കും, ഇതാണ് പകുതി, എത്രയാണ്? H/2. At a height of its maximum height, its speed is 10 m/s. സോ ഇവിടുത്തെ സ്പീഡ് എത്രയാണ്? സോ ഇനിഷ്യൽ വെലോസിറ്റി എനിക്ക് U ആണ്, ഇത് സ്പീഡാണ് V എന്ന് വിചാരിച്ചോ. എത്രയാണ്? അത് 10 m/s ആണ്. ഇതൊക്കെ പോസിറ്റീവ് ആണ് അല്ലേ? 10 m/s ഇങ്ങോട്ടാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്കാണ്, G നെഗറ്റീവാണ്, ബാക്കിയെല്ലാം പോസിറ്റീവാണ്. ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ സ്റ്റോൺ ഈസ്. അങ്ങനെയെങ്കിൽ മാക്സിമം ഹൈറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം U എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, ഒരു കല്ലിനെടുത്ത് എറിയാൻ പോവുകയാണ്. കല്ലിനെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും മുകളിൽ പോയി ദയും താഴെ വരും. സോ എനിക്ക് താഴെ വീഴുന്ന വെലോസിറ്റി എനിക്കറിയാം. എത്രയാണ്? താഴെ വീഴാൻ നേരത്തുള്ള വെലോസിറ്റിയാണ് V വിച്ച് ഈസ് ഈക്വൽ ടു √2GH. H മാക്സിമം ഹൈറ്റ് ആണ്, 2GH. സോ ഞാൻ പറഞ്ഞു ഈ വെലോസിറ്റിയും U എന്ന വെലോസിറ്റിയും സെയിം തന്നെയാണ്. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, പക്ഷേ വെലോസിറ്റി സെയിം തന്നെ, മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ്. സോ U എന്നെടുത്തു കഴിഞ്ഞാൽ യുവിൻ്റെ വാല്യൂ എന്താണ്? യുവിൻ്റെ വാല്യൂ ആണ് √2GH. കണ്ടോ? ഇത് എവിടുന്നാണ് കിട്ടിയേ? നമുക്ക് അപ്പുറത്ത് നിന്നും കടമെടുക്കാം ഇങ്ങോട്ട്. സിമെട്രിയാണ്. ഇവിടുത്തെ വെലോസിറ്റിയും സെയിം ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. സോ മൈനസ് സൈൻ ഇടേണ്ട ആവശ്യമില്ല. കാര്യം U എന്താണ്? U പോസിറ്റീവ് ആണ്, അതുകൊണ്ട് മൈനസ് സൈൻ ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ V എന്താണ്? അത് നെഗറ്റീവ് ആണ്, പക്ഷേ എൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ ആണോ? സോ ഞാനാണെങ്കിൽ ആൻസർ കിട്ടി. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ്, അത് പോസിറ്റീവ് വാല്യൂ ആണ്, √2GH. സോ എനിക്ക് കിട്ടി യുവിൻ്റെ വാല്യൂ എനിക്കറിയാം. സോ എനിക്ക് യുവിൻ്റെ വാല്യൂ എനിക്കറിയാം, എനിക്ക് വിൻ്റെ വാല്യൂ എനിക്കറിയാം, എനിക്ക് H/2 ആണെന്നും അറിയാം, ഡിസ്പ്ലേസ്മെൻറ്റും അറിയാം. സോ എനിക്ക് എന്തറിയാം? ഇത്രയും ഭാഗം കണക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും ഭാഗം മാത്രം എടുക്കാൻ പോവുകയാണ്. ഇത്രയും ഭാഗം കണ്ടോ?
സോ യു എനിക്കറിയാം, ഇവിടുത്തെ വി എനിക്കറിയാം, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് എനിക്കറിയാം, ജിൻ്റെ വാല്യൂ എനിക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി എന്താണ്? വെലോസിറ്റിയാണ്. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? തന്നിട്ടുണ്ട് 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 10ൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, യു പോസിറ്റീവ് ആണ് അല്ലേ, മുകളിലേക്കാണ് പോണത്, സോ പോസിറ്റീവ് ആണ്. യു എന്താണ്? യു ഇനിഷ്യൽ വെലോസിറ്റി, അത് പോസിറ്റീവ് ആണ്. യു സ്ക്വയർ ഇതിൻ്റെ സ്ക്വയർ, അപ്പോൾ എത്ര കിട്ടും? 2gh എന്ന് കിട്ടും. മനസ്സിലാവുണ്ടോ? 2gh. ഇനി എനിക്കറിയാം ആക്സലേഷൻ നെഗറ്റീവ് ആണ്, സോ പറയും -2g എന്ന് പറയും. യെസ് എന്താണ്? ഇത്രയും ഹൈറ്റ് എത്രയാണ്? h/2 ആണ്. ഈ ഹൈറ്റ് എത്രയാണ്? h/2 ആണ്. സോ h/2. സോ 2gh അതുപോലെ 2gh/2 നമുക്ക് വേണമെങ്കിൽ ആരെ കോമൺ എടുക്കാം? 2gh കോമൺ എടുക്കാം. സോ ഇവിടുന്ന് കിട്ടും 1, ഇവിടുത്തെ കിട്ടും ഹാഫ്. സോ 1 - ഹാഫ്, ഒന്നിൽ നിന്നും അര കുറച്ച് എത്ര കിട്ടും? അര കിട്ടും. സോ ഇങ്ങോട്ട് മാറ്റി എഴുതാം. 10 സ്ക്വയർ അതായത് 100 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ജി. ജി എത്രയാണ്? 10 ആണ്. എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു എത്രയാണ്? ഹാഫ്. 2 × 2 എന്ത് ചെയ്ത് ക്യാൻസൽ ആയിപ്പോവും. ഇവിടുത്തെ 10ഉം ഈ 10ഉം ക്യാൻസൽ ആയിപ്പോവും. സോ നമുക്ക് കിട്ടും എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു 10 മീറ്റർ എന്ന് ആൻസർ കിട്ടും. സോ ആൻസർ എത്രയാണ്? ആൻസറാണ് 10 മീറ്റർ. മനസ്സിലായോ? സോ വളരെ സിമ്പിളാണ്. ഇവിടെ നമുക്ക് മനസ്സിലായ എന്താണ്? ഈ മോഷനിൽ സിമെട്രി ഉണ്ട്. ഇവിടെ നിന്നും കടമെടുക്കാം ഇവിടുത്തെ വാല്യൂസ് ഉണ്ടോ? സൈൻ ഓപ്പോസിറ്റ് ആയിരിക്കും. സൈൻ നോക്കണം, ഇവിടെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കിയിട്ട് വേണം സൈൻ ഇട്ട് കൊടുക്കാനായിട്ട്. ഇവിടെ പോസിറ്റീവ് ആണ്, സോ അവിടെ +√2gh ഇട്ട് കൊടുത്ത് ആൻസർ കണ്ടുപിടിച്ചു. സിമ്പിൾ അല്ലേ? ഈ സ്റ്റെപ്പ് മാത്രമല്ല, ഇതുപോലെ പല സ്റ്റെപ്പും വെച്ച് നമുക്ക് കണക്ക് കണ്ടുപിടിക്കാം. ഞാൻ നോക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും സമയം കുറച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇതിനേക്കാളും സിമ്പിൾ സ്റ്റെപ്പ് ഉണ്ടോ നിങ്ങൾ ട്രൈ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനാണ് 6th ക്വസ്റ്റ്യനാണ്. എ സ്റ്റോൺ ഫോൾസ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. ഒരു കല്ലാണെങ്കിൽ ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി നേരെ താഴോട്ട് വരികയാണ്. യുവിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. It covers a distance h1, h2, h3 in first 5 seconds and next 5 seconds and next 5 seconds respectively. The relation between h1, h2, h3 is. നമുക്കറിയാം ഇവിടെയാണെങ്കിൽ ഈക്വൽ ടൈം ഇൻ്റർവെലാണ്. ആദ്യത്തെ 5 സെക്കൻഡ്, പിന്നെ 5 സെക്കൻഡ്, പിന്നെ 5 സെക്കൻഡ്. സോ ആദ്യത്തെ 5 സെക്കൻഡ്, ഫസ്റ്റ് 5 സെക്കൻഡ്, പിന്നെ 5 സെക്കൻഡ്, അടുത്ത 5 സെക്കൻഡ്, അങ്ങനെയുള്ള ടൈം ഇൻ്റർവെൽസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതായത് S1 S2 S3 ഈക്വൽ ടൈം ഇൻ്റർവെലിൽ എടുത്ത ഡിസ്റ്റൻസ് അതിൻ്റെ റേഷ്യോ എന്താണ്? 1:3:5. സോ S1 പകരം പറയണം H1 H2 H3 which is equal to 1:3:5. സോ ഈക്വൽ ടൈം ഇൻ്റർവെലിൽ സഞ്ചരിച്ച ദൂരം, ഈക്വൽ ടൈം ഇൻ്റർവെലിൽ 1 സെക്കൻഡ് 2 സെക്കൻഡ്, അപ്പോൾ ഈക്വൽ ടൈം ഇൻ്റർവെലിൽ സഞ്ചരിച്ച ദൂരം h1 h2 h3. ഇത് 1 സെക്കൻഡ് ആവണം യാതൊരു നിർബന്ധവുമില്ല. 1 സെക്കൻഡ് ആവണം യാതൊരു നിർബന്ധവുമില്ല. ഈക്വൽ ടൈം ഇൻ്റർവെലിൻ്റെ റേഷ്യോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് ആവാം, 5 സെക്കൻഡ് 10 സെക്കൻഡ് 15 സെക്കൻഡ് ആവാം. സോ ഓരോ 5 സെക്കൻഡ് കൂടുന്തോറും ഉണ്ടോ, ഓരോ 5 സെക്കൻഡ് കൂടുന്തോറും സഞ്ചരിച്ച ദൂരത്തിൻ്റെ റേഷ്യോസ് x1:2 അല്ലെങ്കിൽ h1:2 h2:2 h3:2 which is equal to 1:3:5 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലാവുണ്ടോ? വളരെ സിമ്പിളാണ്. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടൈം ഇൻ്റർവെൽ സഞ്ചരിച്ച ദൂരത്തിൻ്റെ റേഷ്യോ 1:3:5 ആണ്. ഓക്കെ, ഓപ്ഷൻ നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് കിടക്കണത്. 1:2 ഒന്നും വരത്തില്ല. ഇത് വരാൻ സാധ്യതയുണ്ട് അല്ലേ? അതായത് h1 which is equal to h2/3. h2 എത്രയാണ്? ഓക്കെ, h1 നമുക്ക് എക്സാം വിചാരിച്ചു. h2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3x ആയിരിക്കും. h3 എത്രയായിരിക്കും? 5x ആയിരിക്കും. സോ h1 which is equal to നമുക്ക് എത്ര കിട്ടും? h2/3 എന്ന് വരും. ശരിയാണോ? h2/3. അതുപോലെയാണെങ്കിൽ h3 which is equal to അല്ലെങ്കിൽ h1 which is equal to h3
ഡിവൈഡ് ബൈ 5 എന്ന് വരും. സോ h3 എത്രയാണ് 5x ആണ്. ഡിവൈഡ് ബൈ 5 ആകുമ്പം 5 ക്യാൻസൽ ആവും, നമുക്ക് x കിട്ടും. ഓക്കെ ആണോ? സോ എന്താണ് ആൻസർ? ഇതാണ് ആൻസർ. സോ ഇത് ആൻസർ h2 = 3h1 വരത്തില്ല, തെറ്റാണ്. സോ ഇതാണ് ആൻസർ. മനസ്സിലായോ? സിമ്പിളാണ്. റേഷ്യോ നമുക്കറിയാം, ഓൾറെഡി ആണെങ്കിൽ റിലേഷൻ നമുക്കുണ്ട്. സോ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 7th ക്വസ്റ്റ്യൻ ആണ്. എ വാട്ടർ ഡ്രോപ്പ് fall at regular intervals from a tap 5 meter above the ground. സോ ഇതൊരു ടാപ്പാണ്. ഇവിടെ നിന്നാണെങ്കിൽ വാട്ടർ ഡ്രോപ്സ് വീഴുകയാണ്. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഹൈറ്റ് എത്രയാണ്? 5 മീറ്റർ ആണ്. The third drop is leaving the tap. മൂന്നാമത്തെ ഡ്രോപ്പ് നമ്മൾ ഈ ടാപ്പിന് ലീവ് ചെയ്യുകയാണ്. At the instant the first touches the ground. സോ ആ സമയത്ത് ഒന്നാമത്തെ ഡ്രോപ്പ് എന്ത് ചെയ്യും? ഗ്രൗണ്ട് ടച്ച് ചെയ്യും. സോ ഒന്നാമത്തെ ഡ്രോപ്പാണിത്, ഇത് രണ്ടാമത്തെ ഡ്രോപ്പ്, ഇത് മൂന്നാമത്തെ ഡ്രോപ്പ്. സോ തേർഡ് ഡ്രോപ്പ് ആണെങ്കിൽ ടാപ്പിൽ നിന്ന് പുറത്ത് ചാടുമ്പോൾ എന്ത് ചെയ്യും? ഒന്നാമത്തെ ഡ്രോപ്പ് തറയിൽ തട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. ഹൗ ഫാർ എബവ് ദ ഗ്രൗണ്ട് ഈസ് ദ സെക്കൻഡ് ഡ്രോപ്പ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? സോ നമുക്കറിയാം ഇവിടെയാണെങ്കിൽ ഈക്വൽ ടൈം ഇൻ്റർവെൽ ആണ്, റെഗുലർ ഇൻ്റർവെൽസ് ആണ്. അതായത് ഇതിനാവശ്യമായ സമയവും, അതായത് സെക്കൻഡ് ഡ്രോപ്പും തേർഡ് ഡ്രോപ്പിനും ഇടയിലുള്ള സമയവും, അതുപോലെ ഫസ്റ്റ് ഡ്രോപ്പിനും സെക്കൻഡ് ഡ്രോപ്പിനും ഇടയിലുള്ള സമയവും എന്താണ്? സെയിം ആണ്. സോ ഈ സമയവും എന്താണ്? സെയിം ആണ്. സോ സമയം സെയിം ആണ്. ഇനി ഒന്നാമത്തെ ഡ്രോപ്പ് ആണെങ്കിൽ ഇവിടെ നിന്നും ഇവിടം വരെ എത്തിച്ചേർന്നു. എത്ര മീറ്റർ സഞ്ചരിച്ചു? 5 മീറ്റർ സഞ്ചരിച്ചു. ഫോർ ഫസ്റ്റ് ഡ്രോപ്പിൻ്റെ കേസിലാണെങ്കിൽ ദൂരം എത്രയായിരുന്നു? 5 മീറ്റർ ദൂരം സഞ്ചരിച്ചു. കണ്ടോ, താഴേക്ക് 5 മീറ്റർ സഞ്ചരിച്ചു. സോ അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് 5 മീറ്റർ. ഓക്കെ, നമുക്കറിയാം -5 ആണെന്ന് അറിയാം. എല്ലാം താഴേക്കാണ്. സോ എല്ലാം മൈനസ് ആവും. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. സോ -5. ഓക്കെ ആണോ? അതിനാവശ്യമായ സമയം എത്രയാണ്? നമുക്ക് ഇതേ പ്ലസ് ഇതേ സമയം എത്രയാണ്? t which is equal to, അല്ലെങ്കിൽ ടൈം which is equal to 2t ആണ്. മനസ്സിലാവുണ്ടോ? സമയം എത്രയാണ്? 2t ആണ്. നമുക്കറിയാം ഇവിടെ നിന്നും ഇവിടം വരെ വരാൻ ആവശ്യമായ സമയമുണ്ട്. അതുപോലെയാണെങ്കിൽ ഇവിടെ ഡ്രോപ്പാണ്. യുവിൻ്റെ വാല്യൂ എത്രയാണ്? യുവിൻ്റെ വാല്യൂ 0 ആണ്. ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ -g ആണ്. എ എന്ന് പറഞ്ഞാൽ -g ആണ്. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യമുണ്ട്. ടൈമിൻ്റെ വാല്യൂ നമുക്കറിയാം. ടൈം വിച്ച് ഈസ് ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷൻ എന്താണ്? √2h ഡിവൈഡ് ബൈ g ആണ്. √2h ഡിവൈഡ് ബൈ g ആണ് ടൈം എന്ന് പറയുന്നത്. സോ ടൈമിൻ്റെ വാല്യൂ ഉണ്ട്. എത്രയാണ് ടൈം? 2t ആണ്. സോ 2t വിച്ച് ഈസ് ഈക്വൽ ടു √2h എത്രയാണ്? 5 മീറ്റർ ആണ്. സോ മൈനസ് ഉണ്ട് ഇവിടെ. g എത്രയാണ്? -10 ആണ്. ഓക്കെ ആണോ? സോ നമുക്ക് 10 എടുക്കണോ 9.8 എടുക്കണോ? 10 എടുത്ത് കണക്ക് ചെയ്യാം. ഓക്കെ, 10 എടുത്ത് കണക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏറ്റവും അപ്രോപ്രിയറ്റ് വാല്യൂ ചൂസ് ചെയ്യാം. സോ മൈനസും ക്യാൻസലായി. സോ 2t വിച്ച് ഈസ് ഈക്വൽ ടു ഇത് വെട്ടി പോകുമ്പോൾ ഇവിടെ 2 കിട്ടും. 2 × 1 ആവും. സോ 1. അപ്പോൾ 2t വിച്ച് ഈസ് ഈക്വൽ ടു 1, t വിച്ച് ഈസ് ഈക്വൽ ടു 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 0.5 സെക്കൻഡ്. സോ ഒരു ഡ്രോപ്പ് എത്താൻ ആവശ്യമായ സമയം എത്രയാണ്? 0.5 സെക്കൻഡ്. അതായത് ഈ സെക്കൻഡ് ഡ്രോപ്പ് എത്ര ട്രാവൽ ചെയ്തു? 0.5 സെക്കൻഡ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? ഒരു ഡ്രോപ്പ് 0.5 സെക്കൻഡാണ്. ആ 0.5 സെക്കൻഡ് റെഗുലർ ഇൻ്റർവെലാണ് വീണുകൊണ്ടിരിക്കുന്നത്. ഓരോ ഡ്രോപ്പും വീണുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡ്രോപ്പ് 0.5 ദൂരം കവർ ചെയ്തു. സോ ആ കവർ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? h വിച്ച് ഈസ് ഈക്വൽ ടു ½ gt² ആണോ? കാര്യം യുവിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. നമുക്കറിയാം h വിച്ച് ഈസ് ഈക്വൽ ടു ut പ്ലസ് ½ gt² ആണ്. പ്ലസ് അല്ല മൈനസ് വരും. സോ ഇവിടെ മൈനസ് വരും, ഇവിടെയും മൈനസ് വരും. സോ മൈനസ് എന്ത് ചെയ്യും? പ്ലസ് ആയിട്ട് മാറും. കാര്യം എല്ലാം താഴേക്കാണ്. സോ h വിച്ച് ഈസ് ഈക്വൽ ടു h എന്താണ്? നമ്മൾ ഡ്രോപ്പ് ആണെങ്കിൽ ഇത് ടാപ്പാണ്.
ടാപ്പിൽ നിന്ന് ഡ്രോപ്പ് വീഴുകയാണ്. സോ ഇത്രയും ദൂരമാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് എക്സ് എന്ന് വിചാരിച്ചു, ഇത് എക്സ് ആണ്, എക്സ് എന്ന് പറയേണ്ട എക്സ് ആണ്. സോ നമുക്ക് എക്സിനെ ആദ്യം കണ്ടുപിടിക്കാം. മൈനസ് എക്സ് ആണ്, നമുക്കതിനെ ആദ്യം കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു ഈ മൈനസും ക്യാൻസലായി പോയി. ഹാഫ് ഉണ്ട്, ജി 10 ഇൻറ്റു ടി സ്ക്വയർ, അതിനെയാണ് 0.5 ആയിരുന്നു അല്ലേ, 0.5ൻ്റെ സ്ക്വയർ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും, ഇത് വെട്ടിപ്പോവും, ഇത് നമുക്ക് 5 കിട്ടും, ഇതെന്ന് പറഞ്ഞാൽ 1.25. സോ 1.25 മീറ്റർ എന്ന് കിട്ടി. ഇതാണോ ആൻസർ? ക്വസ്റ്റ്യൻ പറഞ്ഞേക്ക് എന്താണ്? ഹൗ ഫാർ എബവ് ദ ഗ്രൗണ്ട് ഈസ് എന്നാണ്. സെക്കൻഡ് ഡ്രോപ്പ് ഇപ്പോൾ എവിടെയാണ്, അതായത് എബവ് ദ ഗ്രൗണ്ട്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇതാണ് കിട്ടിയത് അല്ലേ, എത്ര ദൂരമാണ് ട്രാവൽ ചെയ്തത്, അതാണ് കിട്ടിയത്. എത്രയാണത്? അത് 1.25 ആണ് കിട്ടിയത്. നമുക്ക് 5ൽ നിന്നും 1.25 കുറയ്ക്കണം. സോ നമുക്ക് ഈ ഡിസ്റ്റൻസ് വേണം. സോ ആകെ എത്രയാണ്? 5 ആണ്. 5ൽ നിന്നും നമുക്ക് ഈ ഡിസ്റ്റൻസ് കുറയ്ക്കണം. സോ h വിച്ച് ഈസ് ഈക്വൽ ടു 5 മൈനസ് 1.25 വിച്ച് ഈസ് ഈക്വൽ ടു 3.75 മീറ്റർ. സോ ആൻസർ എത്രയാണ്? 3.75 മീറ്റർ. 3.75 മീറ്റർ. മനസ്സിലായോ? സോ ഇതെങ്ങനെ ചെയ്തത് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ദ വാട്ടർ ഡ്രോപ്സ് ഫോൾ റെഗുലർ ഇൻ്റർവെൽ വീണുകൊണ്ടിരിക്കുകയാണ്. സോ 1, 2 കണ്ടോ, റെഗുലർ ഇൻ്റർവെല്ലാണ് വീഴുന്നത്. എന്നിട്ട് പറഞ്ഞു തേർഡ് ഡ്രോപ്പ് വീഴാൻ നേരത്താണെങ്കിൽ ഫസ്റ്റ് ഡ്രോപ്പ് എന്ത് ചെയ്യും? തറയിൽ തട്ടിയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഡ്രോപ്പ് തറയിൽ തട്ടി, അപ്പോൾ തേർഡ് ഡ്രോപ്പ് വീണു. സോ ഇവയ്ക്കിടയിലുള്ള സമയം എന്താണ്? ഇവയ്ക്കിടയിലുള്ള സമയം എല്ലാം സെയിം ആണ്. ഇതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്. അങ്ങനെ വരുമ്പോൾ റെഗുലർ ഇൻ്റർവൽ ടൈം ആണെങ്കിൽ ഇടയിൽ വരുന്ന സമയമെല്ലാം സെയിം ആയിരിക്കും. സോ നമ്മൾ പറഞ്ഞു ഇവിടെ ടി ആണെങ്കിൽ ഇവിടെയും ടി. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ റെഗുലർ ഇൻ്റർവൽ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഈ ഡ്രോപ്പുകൾക്കിടയിലുള്ള ടൈം എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡ്രോപ്പിനെ എടുത്തു. എത്ര ദൂരം ട്രാവൽ ചെയ്തു? അത് 5 മീറ്റർ ട്രാവൽ ചെയ്തു. സോ -5 എഴുതി. അതിനാവശ്യമായ സമയം എത്രയാണ്? ഇതേ പ്ലസ് ഇതേ എത്രയാണ്? 2t ആണ്. ആക്സലറേഷൻ ടു ഗ്രാവിറ്റി നെഗറ്റീവ് ആണ്. സോ ടൈമിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം √2h/g. സോ നമ്മൾ എന്ത് ചെയ്ത് ആ ടൈമിന് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ടീൻ്റെ വാല്യൂ കിട്ടി. ടി എത്ര കിട്ടി? 0.5 സെക്കൻഡ് കിട്ടി. അതായത് 0.5 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്ത് അത് ട്രാവൽ ചെയ്തു. അതെന്ത് ചെയ്ത് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു. അപ്പോൾ എത്ര ദൂരം ട്രാവൽ ചെയ്തു? നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ കണ്ടുപിടിക്കാം. AC is equal to ut plus half at square. അതിൽ u 0 ആണ്. അപ്പോൾ half at square ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര ദൂരം ട്രാവൽ ചെയ്തു. ഇനി എത്ര ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്? അല്ല, ഗ്രൗണ്ടിൽ നിന്നും എത്രയാണ് അതിൻ്റെ ഹൈറ്റ്. നമ്മൾ ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് കുറച്ചപ്പോൾ കണ്ടുപിടിച്ചു. മനസ്സിലായോ? വളരെ സിമ്പിളാണ്. വലിയ ലോജിക്കൊന്നും അപ്ലൈ ചെയ്യേണ്ട. ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ സമയം ഇവയ്ക്കെല്ലാം സെയിം ആണെന്ന് മനസ്സിലാക്കുക. എന്ത് ചെയ്യണം? ഡയറക്റ്റ് ഫസ്റ്റ് ഡ്രോപ്പിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യുക, ബാക്കി കണ്ടുപിടിക്കുക. സിമ്പിളാണ്. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 8th ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് സ്പീഡ് u. സോ ഒരു ബോൾ ഉണ്ട്, നമ്മൾ എടുത്ത് എറിയാൻ പോവുകയാണ്. അതിൻ്റെ സ്പീഡ് എത്രയാണ്? u ആണ്. ദ ഡിസ്റ്റൻസ് കവേർഡ് ഡ്യൂറിങ് ദ ലാസ്റ്റ് t സെക്കൻഡ്സ്. ഓക്കെ, തന്നിരിക്കുന്നത് എന്താണ്? ലാസ്റ്റ് t സെക്കൻഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടീത്ത് സെക്കൻഡ് അല്ല. കണ്ടോ, ഈ കാര്യം ശ്രദ്ധിച്ചേക്കണം. t സെക്കൻഡ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ബോഡി ഇങ്ങനെ പോയി ഏറ്റവും മുകളിലെത്തി തിരിച്ചു വന്നു. അപ്പോൾ ലാസ്റ്റ് t സെക്കൻഡ് മുകളിലേക്ക് എടുത്ത് എറിയുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. തിരിച്ചു കാര്യം പറഞ്ഞിട്ടില്ല. സോ നമ്മൾ തിരിച്ചിടുന്ന കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ബോള് മുകളിൽ വരെത്തി. സോ ബോൾ ഇവിടം വരെ എത്തിക്കഴിഞ്ഞു. കണ്ടോ, അപ്വേർഡ് മോഷനെ പറ്റി മാത്രമേ പറയുന്നത്. ബോൾ ഇവിടം വരെ എത്തി. സോ ഇതാണ് ലാസ്റ്റ് t സെക്കൻഡ് എന്ന് വിചാരിച്ചോ. ലാസ്റ്റ് t സെക്കൻഡുകൾ ഇതാണ്. ടീത്ത് സെക്കൻഡ് അല്ല, ലാസ്റ്റ് t സെക്കൻഡുകൾ ഇതാണ്. സോ ബോൾ ഇവിടുന്ന് ഇവിടം വരെ പോകാൻ ആവശ്യമായ സമയം എത്രയാണ്? മാക്സിമം ഹൈറ്റിന് ആവശ്യമായ സമയം എത്രയാണ്? നമുക്കറിയാം t വിച്ച് ഈസ് ഈക്വൽ ടു u/g ആണെന്നറിയാം അല്ലേ. ഇവിടുന്ന് ഇവിടം വരെ പോകാൻ u/g ആണ് ആകെ ടൈം നമുക്കറിയാം. ഇനിയാണെങ്കിൽ നമുക്ക് എന്തറിയാം? ഇത്രയും ഡിസ്റ്റൻസ് അതിന് ട്രാവൽ ചെയ്യാൻ ആവശ്യമായ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ അത്രയും ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. സോ ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ഇവിടുത്തെ വെലോസിറ്റി നമുക്ക് അറിയാമോ? ഇല്ല, ഇവിടുത്തെ വെലോസിറ്റി നമുക്ക് അറിയത്തില്ല. സോ പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, നമുക്ക് സിമെട്രി അറിയാം. അതായത് ഇവിടുന്ന് ബോൾ ഇവിടം വരെ വരും. സോ ബോൾ ഇവിടെ നിന്നും ഇവിടം വരെ എത്തുവാൻ ആവശ്യമായ സമയം എന്ത് തന്നെയാണ്? t തന്നെയാണ്. സോ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? h തന്നെയാണ്. ഈ സമയം t തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? നമുക്കറിയാം ഇവിടുത്തെ വെലോസിറ്റി 0 ആണ്. ഇവിടുത്തെ വെലോസിറ്റി എത്രയാണോ അതേ വെലോസിറ്റി ആയിരിക്കും ഇവിടെയും. ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? നമുക്ക് കണ്ടുപിടിക്കാം. v വിച്ച് ഈസ് ഈക്വൽ ടു u + at. v എത്രയാണ്? v നെഗറ്റീവ് ആണ്.
സോ മൈനസ് വി വിച്ച് ഈസ് ഈക്വൽ ടു യുവിൻ്റെ വാല്യൂ എത്രയാണ്? യു എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഇവിടെയാണ് ഇനിഷ്യൽ വെലോസിറ്റി. സോ ഈ മോഷൻ നമ്മൾ എടുക്കുന്നത് ഇത് ഇനിഷ്യൽ വെലോസിറ്റി, ഇത് ഫൈനൽ വെലോസിറ്റി. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. കാര്യം ഇവിടെ ഡ്രോപ്പ് ആണ് അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ വെലോസിറ്റി 0 ആണ്. മൈനസ് ജി ടി സ്ക്വയർ, സോ ജി ടി. സോ മൈനസ് മൈനസും ക്യാൻസലായി, വി വിച്ച് ഈസ് ഈക്വൽ ടു ജി ടി. സോ ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? ഇവിടെ വി വെലോസിറ്റി എത്രയാണ്? വി വിച്ച് ഈസ് ഈക്വൽ ടു ജി ടി ആണ്. സോ ഇവിടെ ജി ടി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? വി വിച്ച് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? ജി ടി ആയിരിക്കും. സോ ഇത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്, ഇത് ഫൈനൽ വെലോസിറ്റി ആണ്. സോ രണ്ടാമത്തെ കേസിൽ നമ്മൾ ഈ കേസ് പരിഗണിച്ച് കഴിഞ്ഞാൽ, ഈ കേസാണ് പരിഗണിക്കുന്നതെങ്കിൽ ഉണ്ടോ, ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? ഇതാണ് ജി ടി. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? അത്രയാണ് 0 ആണ് അല്ലേ? ഫൈനൽ വെലോസിറ്റി എത്രയാണ്? ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. സമയം എത്രയാണ്? ടി ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ആണ് എസ് വിച്ച് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് കണ്ടുപിടിക്കണം. യു എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണത്? ജി ടി ആണ്. സോ ജി ടി ഇൻറ്റു ടി, അപ്പം ടി സ്ക്വയർ എന്ന് വരും. മൈനസ് ആണ്, കാര്യം ആക്സലേഷൻ എങ്ങോട്ടാണ്? താഴേക്കാണ്. മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. സോ ഒരു ജി ടി നിന്നും ഹാഫ് ജി ടി കുറയ്ക്കണം, ശരിയല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി എന്ന് ആൻസർ കിട്ടും. ഹാഫ് ജി ടി സ്ക്വയർ. സോ ആൻസർ എത്രയാണ്? ഹാഫ് ജി ടി സ്ക്വയർ ആണ് ആൻസർ. മനസ്സിലായോ? സോ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 9th ക്വസ്റ്റ്യൻ ആണ്. എ മാൻ ത്രോസ് ബോൾ വിത്ത് ദ സെയിം സ്പീഡ് വെർട്ടിക്കലി അപ്വേർഡ്സ് വൺ ആഫ്റ്റർ ദ അതർ. സോ ഒരാളാണെങ്കിൽ ഇങ്ങനെ ബോളിനെ എടുത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ബോൾ കഴിഞ്ഞു, അടുത്ത ബോളിങ് എടുത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ആൻ ഇൻ്റർവൽ ഓഫ് 2 സെക്കൻഡ്, കണ്ടോ, റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈമിലാണ്. ഓരോ 2 സെക്കൻഡ് കഴിയുന്തോറും അദ്ദേഹം ബോൾ ഇങ്ങനെ എടുത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു ബോൾ ഇങ്ങനെ പോയി, ഒരു ബോളിൻ്റെ കയ്യിരിക്കുകയാണ്, എടുത്തെറിഞ്ഞു, അതിങ്ങനെ പോവുകയാണ്, അതിവിടെ എത്തി. 2 സെക്കൻഡ് ആയിപ്പോഴത്തേക്കും അപ്പോൾ അടുത്ത ബോൾ എടുത്തെറിഞ്ഞു. അപ്പോഴത്തേക്കും ഈ ബോൾ എന്ത് ചെയ്ത്? അത് ട്രാവൽ ചെയ്ത് ഇവിടം വരെത്തി. കണ്ടോ? അപ്പോൾ ഓരോ 2 സെക്കൻഡ് കഴിയുന്തോറും ബോൾ ഇങ്ങനെ എടുത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് 2 ബോളിൽക്കിടയിലുള്ള സമയം എത്രയാണ്? 2 സെക്കൻഡ്. 2 സെക്കൻഡ്. മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഷുഡ് ബി ദ സ്പീഡ് ഓഫ് ദ ത്രോ സോ ദാറ്റ് മോർ ദാൻ 2 ബോൾസ് ആർ ഇൻ ദ സ്കൈ അറ്റ് എനി ടൈം. സോ 2-ൽ കൂടുതൽ ബോൾ എന്ത് വേണം? അന്തരീക്ഷത്തിൽ കാണണം. അങ്ങനെയെങ്കിൽ എത്ര സ്പീഡിൽ എടുത്തെറിയണം? സോ എനിക്കറിയാം, ഞാനിവിടെ സ്പീഡ് കൂട്ടി എറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നേരം അന്തരീക്ഷത്തിൽ നിൽക്കും. അപ്പോൾ കൂടുതൽ ബോൾ അന്തരീക്ഷത്തിൽ നിൽക്കണമെങ്കിൽ ഞാൻ കൂടുതൽ സ്പീഡിൽ എടുത്തെറിയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ എത്ര സ്പീഡിൽ എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ 2-ൽ കൂടുതൽ ബോൾ അന്തരീക്ഷത്തിൽ നിൽക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. സോ എങ്ങനെ ചെയ്യാം? നമുക്കറിയാം ഓരോ 2 ബോളിൽക്കിടയിൽ എത്ര സമയമുണ്ട്? 2 സെക്കൻഡ് ഉണ്ട്. സോ ഞാനാണെങ്കിൽ ഫസ്റ്റ് ബോളിനെ എടുത്തെറിഞ്ഞു, 2 സെക്കൻഡ് കഴിഞ്ഞു. സെക്കൻഡ് ബോൾ എടുത്തെറിഞ്ഞു, 2 സെക്കൻഡ് കഴിഞ്ഞു. തേർഡ് ബോൾ എടുത്തെറിയാൻ പോവുകയാണ്. കണ്ടോ, എടുത്തെറിഞ്ഞില്ല, പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ബോളിന് സഞ്ചരിക്കാൻ എത്ര സമയം ആവശ്യം വന്നു? 4 സെക്കൻഡ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ 4 സെക്കൻഡ് കൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് ബോൾ അന്തരീക്ഷത്തിലാണ്, സെക്കൻഡ് ബോളും അന്തരീക്ഷത്തിലാണ്. ഫസ്റ്റ് ബോൾ താഴെ വീഴാൻ പാടുണ്ടോ? ഫസ്റ്റ് ബോൾ താഴെ വീഴരുത്. സോ 4 സെക്കൻഡ് ആയാലും ഫസ്റ്റ് ബോൾ താഴെ വീഴരുത്. കാര്യം മനസ്സിലായോ? സോ ഞാൻ എൻ്റെ ബോളുണ്ട്, ഫസ്റ്റ് ബോൾ എടുത്തെറിഞ്ഞു, 2 സെക്കൻഡ് കഴിഞ്ഞു. സെക്കൻഡ് ബോൾ എടുത്തെറിഞ്ഞു, 2 സെക്കൻഡ് കഴിഞ്ഞു. തേർഡ് ബോൾ എറിയാൻ പോവുകയാണ്. അപ്പോഴും ഫസ്റ്റ് ബോൾ അന്തരീക്ഷത്തിൽ നിന്നും താഴെ വീഴാൻ പാടില്ല. അങ്ങനെ താഴെ വീഴില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബോളിൻ്റെ കാര്യം പറയാൻ പോവുകയാണ്. ഫസ്റ്റ് ബോൾ ആണെങ്കിൽ ഇപ്പോൾ 4 സെക്കൻഡ് കഴിഞ്ഞിട്ടും താഴെ വീഴാനായിട്ട് പാടില്ല. കേട്ടോ, ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിട്ടില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. എത്ര സെക്കൻഡാണ്? 4 സെക്കൻഡ്. സോ 4 സെക്കൻഡ് ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ സഞ്ചരിക്കാൻ എത്ര സെക്കൻഡ് വേണം? 2 സെക്കൻഡ്. ഇവിടുന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കാൻ എത്ര വേണം? 2 സെക്കൻഡ്. കണ്ടോ, കാര്യം 4 സെക്കൻഡേ ഉള്ളൂ എങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ 2 സെക്കൻഡ്, ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ 2 സെക്കൻഡ്. അപ്പോൾ 2-ൽ കൂടുതൽ ബോൾ നിൽക്കണം, 2-ൽ കൂടുതൽ ബോൾ അന്തരീക്ഷം നിൽക്കണം. സോ 4 കൂടുതൽ സമയം വേണം അല്ലേ? 4 കൂടുതൽ സമയം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ നല്ല സ്പീഡിൽ എറിഞ്ഞാൽ മാത്രമേ കൂടുതൽ ബോൾ അന്തരീക്ഷത്തിൽ നിൽക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പം മിനിമം നമ്മൾ എത്രയുണ്ട്? 4 സെക്കൻഡ് ഉണ്ട്. മിനിമം 4 സെക്കൻഡ് ഉണ്ട്. അതിന് ഞാൻ ഒരു ബോൾ എറിഞ്ഞു, 2 സെക്കൻഡ് കഴിഞ്ഞു, അടുത്ത ബോൾ എറിഞ്ഞു, 2 സെക്കൻഡ് കഴിഞ്ഞു, അടുത്ത ബോൾ എറിയാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ബോൾ 4 സെക്കൻഡ് കഴിഞ്ഞിട്ടും അന്തരീക്ഷം തന്നെ നിൽക്കണം, താഴോട്ട് വീഴാൻ പാടില്ല. ഇതാണ് എൻ്റെ കണ്ടീഷൻ. സോ കണ്ടീഷൻ മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് ബോളിൽ 4 സെക്കൻഡ് കൊണ്ട് തറയിൽ വീഴാതിരിക്കാനായിട്ട് നിൽക്കുകയാണ്, വീഴാൻ
വീണിട്ടില്ല, അങ്ങനെ വീണില്ല നിൽക്കുകയാണ്, ഫസ്റ്റ് ബോൾ നിൽക്കുകയാണ്. സോ അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇവിടുന്ന് ഇവിടം വരെ പോകാൻ എത്ര സമയം വേണം? നമുക്കറിയാം ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയാൻ ടി വിച്ച് ഈസ് ഈക്വൽ ടു u/g ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? അതിൻ്റെ വാല്യൂ 2 ആണ്. u വിച്ച് ഈസ് ഈക്വൽ ടു g ഇൻറ്റു 2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ഇവിടുത്തെ സ്പീഡാണ് u എന്ന് പറയുന്നത്. എത്ര കിട്ടും? അത് നമുക്ക് കിട്ടും 9.8 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 19.6 മീറ്റർ പെർ സെക്കൻഡ്. സോ മിനിമം ഇത്രയും സ്പീഡ് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ 4 സെക്കൻഡ് ആയാലും എന്ത് ചെയ്യത്തില്ല, ബോൾ തറയിൽ വീഴാൻ നിൽക്കും. ഇതിൽ കൂടുതൽ സ്പീഡിലാണെങ്കിലോ, ഇതിൽ കൂടുതൽ സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ബോൾ എന്ത് ചെയ്യും, അന്തരീക്ഷത്തിൽ നിൽക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ മോർ ദാൻ 19.6 സ്പീഡിൽ എറിഞ്ഞു കഴിഞ്ഞാൽ, മോർ ദാൻ 19.6 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ എറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബോളുകൾ അന്തരീക്ഷത്തിൽ നിൽക്കും. 2-ൽ കൂടുതൽ ബോളുകൾ അന്തരീക്ഷത്തിൽ നിൽക്കും. സോ മിനിമം കണ്ടീഷൻ എടുത്തു, 2 ബോളെങ്കിലും അന്തരീക്ഷത്തിൽ നിൽക്കാൻ വേണ്ടിയുള്ള കണ്ടീഷൻ എത്രയാണ്? ഫസ്റ്റ് ബോള് 4 സെക്കൻഡ് വേണം അന്തരീക്ഷത്തിൽ നിൽക്കാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ 2ആയിട്ട് മുറിച്ചു, എന്നിട്ട് കണക്ക് ചെയ്തു. അപ്പോൾ 19.6 കിട്ടി. അപ്പോൾ 19.6-നേക്കാളും കൂടിയ സ്പീഡ് എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബോൾ, 2-ൽ കൂടുതൽ ബോൾ അന്തരീക്ഷത്തിൽ നിൽക്കും. സോ ലോജിക് വൈസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 10th ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് അപ്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി u. സോ ഇവിടെയും നമ്മളൊരു ബോഡി എടുത്ത് എന്ത് ചെയ്യാൻ പോവാണ്? മുകളിലേക്ക് എടുത്ത് എറിയാൻ പോവുകയാണ്. പ്രൊജക്റ്റഡ് അപ്വേർഡ്സ്, മുകളിലേക്ക് എടുത്ത് എറിയും. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? u ആണ്. ഇറ്റ് പാസസ് ത്രൂ എ സർട്ടൺ പോയിന്റ് എബോവ് ദ ഗ്രൗണ്ട്. സോ ഗ്രൗണ്ടിന് എബോവ് ഉള്ള ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ ഈ പോയിന്റിനെ പി എന്ന് വിളിക്കാൻ പോവാണ്. അതിലൂടെ ഈ ബോൾ പാസ് ചെയ്തു. ആഫ്റ്റർ t1 സെക്കൻഡ്സ്, എത്ര സമയം എടുത്തു? t1 സെക്കൻഡ് എടുത്തു. ഈ സമയമാണ് t1. ദ ടൈം ആഫ്റ്റർ വിച്ച്, ഇത് കഴിഞ്ഞുള്ള സമയം, ദ ബോഡി പാസസ് ത്രൂ സെയിം പോയിന്റ് ഡ്യൂറിങ് ദ റിട്ടേൺ. ഇവിടുന്ന് തിരിച്ച് ഇങ്ങനെ വരണ്ടേ? തിരിച്ചിങ്ങനെ വരണം. സോ ഇവിടുന്ന് ബോഡി ഇങ്ങനെ പോയി തിരിച്ച് വരും. സോ സെയിം പോയിന്റിലൂടെ കടന്നു പോകും. സെയിം പിയിലൂടെ എന്ത് ചെയ്യും? കടന്നു പോകും. അങ്ങനെയെങ്കിൽ എത്ര സമയം ആവശ്യമാണ്? സോ ഇവിടുന്ന് ഇങ്ങനെ പോയി തിരിച്ച് ഇവിടെ തന്നെ വരാൻ എത്ര സമയം ആവശ്യമാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഈ പടം ഒന്നുകൂടെ മനോഹരമായി വരയ്ക്കാം വേണമെങ്കിൽ. ക്വസ്റ്റ്യൻ എന്താണ്? ബോളുണ്ട്, u എന്ന സ്പീഡിൽ എടുത്തെറിയാൻ പോവുകയാണ്. അതിങ്ങനെ പോയി അതിങ്ങനെ എത്തി, ഇവിടം വരെ എത്തി. കണ്ടോ? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, പോയിന്റ് പി. ഇത്രയും സമയമാണ് t1. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഇവിടെ പോയി തിരിച്ച് ഇവിടെ വരാൻ എത്ര സമയം വേണം? സോ ബോഡി t1 വരെ എത്തി, ഇനി ഇവിടുന്നും ഇവിടെ എത്തി, പിന്നെ തിരിച്ച് വരാൻ എത്ര സമയം വേണം? കണ്ടോ? നമുക്ക് വേണ്ടുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, ഈ സമയമാണ് വേണ്ടുന്നത്. ഈ സമയമാണ് അണ്ട് ഈ സമയം. ഇവിടുന്ന് ഇവിടം വരെ പോകാൻ ആവശ്യമായ സമയം വേണം, അവിടുന്ന് ഇവിടം വരെ വരാൻ ആവശ്യമായ സമയവും വേണം. സോ നമുക്കറിയാം ഇവിടെ നിന്നും ഇവിടം വരെ വരാൻ മാക്സിമം ഹയസ്റ്റ് പോയിന്റിൽ എത്തുവാൻ ആവശ്യമായ സമയം എത്രയാണ്? t വിച്ച് ഈസ് ഈക്വൽ ടു u/g ആണെന്നറിയാം. അറിയത്തില്ലേ? സോ ഈ സമയം എത്രയാണ്? u/g ആണ്. അങ്ങനെയെങ്കിൽ ഈ സമയം എത്രയാണ്? u/gയിൽ നിന്നും എത്ര കുറച്ചാൽ മതി? സോ t വിച്ച് ഈസ് ഈക്വൽ എത്രയാണ്? u/g ആണ്. u/gയിൽ നിന്നും t1 കുറച്ചാൽ മതി. അപ്പോൾ ഈ സമയം കിട്ടും. ഞാൻ ഇതിനെയാണെങ്കിൽ വിളിക്കാവുന്ന പേര് t0 എന്ന് വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് t0 ആണ്. ഇതെത്രയായിരിക്കും? അതും t0 ആയിരിക്കും. സോ എത്രയാണത്? t0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? u/g. കണ്ടോ? u/g, ഇതാണ് u/g. ഇതിൽ എത്ര കുറയ്ക്കണം? t1 കുറയ്ക്കണം, -t1. അങ്ങനെയെങ്കിൽ ബോഡി ഇവിടെ പോയി ഇവിടെ വരാൻ എത്ര സമയം വേണം? സോ ഇങ്ങോട്ട് എത്രയാണ്? t0, ഇങ്ങോട്ട് എത്രയാണ്? t0. സോ ടോട്ടൽ ടൈം എത്രയായിരിക്കും? ടോട്ടൽ ടൈം ആഫ്റ്റർ ഈസ് റിട്ടേൺ ബാക്ക്. ശരിയല്ലേ? സമയം ശേഷം, ഈ പോയിന്റിന് ശേഷം എത്ര സമയം വേണം? ഇത്രയും സമയം വേണം തിരിച്ചു വരാനായിട്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2t0, വിച്ച് ഈസ് ഈക്വൽ ടു t0 പ്ലസ് t0 എത്രയാണ്? 2t0, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു t0 എത്രയാണ്? കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, u/g മൈനസ് t1. സോ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ എത്രയാണ്? 2 ഇൻറ്റു u/g മൈനസ് t1. സോ സിമ്പിളാണ് അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 11th ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് അപ്പ് വിത്ത് ഇനിഷ്യൽ സ്പീഡ് u. സോ ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ ഇനിഷ്യൽ സ്പീഡ് u എന്ന സ്പീഡ് ഞാൻ എടുത്തെറിയാൻ പോവുകയാണ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്
at t is equal to 0. So initially ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും ഒരു പാർട്ടിക്കിൾ എടുത്ത് എന്ത് ചെയ്യാൻ പോവാണ്? എടുത്ത് എറിയാൻ പോവുകയാണ്. ഓക്കെ. At time t which is equal to 5 seconds, the particle strikes the ground. So 5 സെക്കൻഡ് കൊണ്ട് പാർട്ടിക്കിൾ എന്ത് ചെയ്ത് ഇവിടെ നിന്ന് നേരെ താഴെ വീണു. സോ യുവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. യു എത്രയാണ്? യു വിച്ച് ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. അങ്ങനെയെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്രയാണ്? അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആർക്ക് ഈക്വലാണ്? നമ്മുടെ ഈ ബോളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വലാണ്. നമുക്ക് ഇവിടെ നിന്ന് ബോൾ ഇവിടം വരുത്തി. അതായത് ഇനിഷ്യൽ പൊസിഷൻ ഇതാണ്, ഫൈനൽ പൊസിഷൻ ഇതാണ്. സോ ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ചോദിച്ചിരിക്കുന്നത് ബോളിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമുക്കറിയാം ഇവിടെ യു എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവാണ്. ജി എന്താണ്? അത് നെഗറ്റീവാണ്. ജി നെഗറ്റീവാണ്. അതുപോലെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? അതും നെഗറ്റീവാണ്. ഇനിഷ്യൽ പൊസിഷൻ ഇതാണ്, ഫൈനൽ പൊസിഷൻ ഇവിടെയാണ്, ഇവിടെ താഴേക്കാണ് വരുന്നത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? അത് നെഗറ്റീവാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ കൊടുക്കാം. ഇക്വേഷൻ എന്താണ്? എസ് ഈസ് ഈക്വൽ ടു എസ് വിച്ച് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അത് മൈനസ് എച്ച് ആണ്. അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? യു എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി ആണ്, അത് 10 ആണ്, അത് പ്ലസ് ആണ് അല്ലേ? കാരണം എന്താണ്? മുകളിലേക്കാണ് പോണത്, അത് 10 ആണ്. ഇൻറ്റു ടി. ടി എത്രയാണ്? തന്നിട്ടുണ്ട്, അത് 5 സെക്കൻഡ് ആണ്. സോ യു ടി കണ്ടുപിടിച്ചു. ഇനി മൈനസ്, കാരണം എന്താണ്? എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്, അത് മൈനസ് ജി ആണ്. സോ മൈനസ് ഹാഫ്, നമുക്ക് ജി ആണെങ്കിൽ 10 എടുക്കാം. സോ 10 ഇൻറ്റു ടി സ്ക്വയർ എത്രയാണ്? 5ൻ്റെ സ്ക്വയർ. സോ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? ഇത് 50, ഇത് 5. സോ 125. അതാണ് മൈനസ് എച്ച്. So minus h which is equal to minus 75. So h which is equal to 75 meter എന്ന് ആൻസർ കിട്ടും. സോ എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 75 മീറ്റർ ആണ്. ഇതാണ് ആൻസർ. സിമ്പിൾ ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 12th ക്വസ്റ്റ്യൻ ആണ്. What will be the ratio of distance moved by a freely falling body from rest? സോ ഫ്രീലി falling body ആണ്. അത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ? യു വിച്ച് ഈസ് ഈക്വൽ ടു 0. റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, താഴേക്ക് വീഴാൻ പോവുകയാണ്. റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. 4th and 5th സെക്കൻഡ്സ് ഓഫ് ജേർണി. 4th സെക്കൻഡിൻ്റെയും 4th സെക്കൻഡ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? ഞാൻ പറഞ്ഞു 4th സെക്കൻഡിൽ ട്രാവൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ആ 4നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്ന് 5 കുറയ്ക്കണം. ആക്ച്വലി നമ്മൾ എങ്ങനെ ചെയ്തത്? എസ് എൻ വിച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ബൈ 2 ഇൻറ്റു 2n മൈനസ് 1ൽ നിങ്ങൾ ജിക്ക് എത്ര വാല്യൂ ഇട്ട് കൊടുക്കണം? എക്ക് ജി ഇട്ട് കൊടുക്കണം, അത് 10 ഇട്ട് കൊടുക്കണം. യുവിൻ്റെ വാല്യൂ 0 ആണ്. എൻ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും സെയിം വാല്യൂ കിട്ടും. എത്രയാണ്? 40 മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 35. അതുപോലെ 5th സെക്കൻഡിൽ ഉള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 5 ഇൻറ്റു 10 മൈനസ് 5. സോ തന്നിരിക്കുന്ന വാല്യൂവിനെ അല്ലെങ്കിൽ ടൈമിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 5 കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്തുള്ള ഡിസ്റ്റൻസ് കിട്ടും. എങ്ങനെയാണെങ്കിൽ യുവിൻ്റെ വാല്യൂ 0 ആയിരിക്കണം, യൂണിഫോം ആക്സലറേഷൻ ആയിരിക്കണം. സോ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 50 മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 45 മീറ്റർ. മനസ്സിലായോ? സോ ഇതിൻ്റെ റേഷ്യോ ആണ് 35. നമുക്ക് 4th സെക്കൻഡിൽ എത്രയാണ്? 35 ആണ്, അത്രയും മീറ്റർ. 5th സെക്കൻഡിലാണെങ്കിൽ എത്ര കിട്ടി? 45 മീറ്റർ. നമുക്ക് ഒരു 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. എത്ര കിട്ടും? ഇവിടെ നമുക്ക് 7 കിട്ടും, ഇവിടെ നമുക്ക് 9 കിട്ടും. സോ 7/9 ഓ 7:9. ഇതാണ് ആൻസർ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആണല്ലേ? സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 13th ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. ഒരു ടവറിൻ്റെ മുകളിൽ നിന്നും, ഇത് ടവറാണ്, ഈ ടവറിൻ്റെ മുകളിൽ നിന്നും ഒരു ബോഡി എന്ത് ചെയ്യാൻ പോവാണ്? ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. സോ യുവിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. കവേഴ്സ് എ ഡിസ്റ്റൻസ് 7x ഇൻ ലാസ്റ്റ് സെക്കൻഡ് ഓഫ് ഇറ്റ്സ് ജേർണി. സോ ലാസ്റ്റ് സെക്കൻഡ് ഓഫ് ജേർണിയിൽ കണ്ടോ താഴോട്ട് വരികയാണ്. ലാസ്റ്റ് സെക്കൻഡ് ഓഫ് ജേർണി ഇതാണെന്ന് കരുതുക.
ഇത് അവസാന സെക്കൻഡാണ്. ഇത് ഫസ്റ്റ് സെക്കൻഡ്, സെക്കൻഡ് സെക്കൻഡ്, തേർഡ് സെക്കൻഡ്, ഫോർത്ത് സെക്കൻഡ്, അങ്ങനെ ലാസ്റ്റ് സെക്കൻഡിൽ 7x ട്രാവൽ ചെയ്തു. വേർ എക്സ് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഫസ്റ്റ് സെക്കൻഡ്. എക്സ് എന്താണ്? ഒന്നാമത് സെക്കൻഡിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. നോക്ക്, ഒന്നാം സെക്കൻഡിൽ എക്സ് കവർ ചെയ്തു, പിന്നെ രണ്ടാം സെക്കൻഡിൽ കുറച്ച് ദൂരം കവർ ചെയ്തു, മൂന്നാം സെക്കൻഡിൽ കുറച്ചുകൂടി ദൂരം കവർ ചെയ്തു, അങ്ങനെ ലാസ്റ്റ് സെക്കൻഡ് ആയപ്പോഴത്തേക്കും ഒന്നാം സെക്കൻഡിൽ കവർ ചെയ്തതിൻ്റെ 7 മടങ്ങ് അധികം കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്ക് മനസ്സിലായി. താഴേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ വെലോസിറ്റി കൂടി വരും. അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ഡിസ്റ്റൻസ് ഓരോ സെക്കൻഡിലും കവർ ചെയ്ത് വരും. നമുക്കറിയാം. സോ ലാസ്റ്റ് സെക്കൻഡ് ആയപ്പോഴത്തേക്കും ആ ബോഡി എന്ത് ചെയ്തു? 7x എന്ന ഡിസ്റ്റൻസ് കവർ ചെയ്തു. അതായത് ഫസ്റ്റ് സെക്കൻഡിൽ കവർ ചെയ്തതിൻ്റെ 7 മടങ്ങ് അധികം ആര് കവർ ചെയ്തിട്ടുണ്ട്? നമ്മൾ ലാസ്റ്റ് സെക്കൻഡിൽ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു റീച്ച് ദ ഗ്രൗണ്ട്? സോ ഫസ്റ്റ് സെക്കൻഡ്, സെക്കൻഡ് സെക്കൻഡ്, തേർഡ് സെക്കൻഡ്, അങ്ങനെ ലാസ്റ്റ് സെക്കൻഡ് നമുക്ക് എത്രയെന്ന് അറിയത്തില്ല. അപ്പോൾ ലാസ്റ്റ് സെക്കൻഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ നിന്നും ഇവിടം വരെ എത്ര സമയം വേണമെന്ന് നമുക്ക് മനസ്സിലാവും. മനസ്സിലായോ? ഫസ്റ്റ് സെക്കൻഡ്, സെക്കൻഡ് സെക്കൻഡ്, തേർഡ് സെക്കൻഡ്, ഫോർത്ത് സെക്കൻഡ്, അങ്ങനെ ലാസ്റ്റ് സെക്കൻഡ് നമുക്ക് അറിയത്തില്ല. അത് അറിയാമെങ്കിൽ പറഞ്ഞാൽ അത്രയും സമയം വേണമെന്ന് പറയാമായിരുന്നു. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആ ലാസ്റ്റ് സെക്കൻഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നോക്കി, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്നാം സെക്കൻഡിൽ എത്ര കവർ ചെയ്തു? എക്സ് കവർ ചെയ്തു. ഏത് ബോഡിയും ഫസ്റ്റ് സെക്കൻഡിൽ എത്ര കവർ ചെയ്യും? നമുക്കറിയാം യുവിൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയെങ്കിൽ ഒന്നാം സെക്കൻഡിൽ എത്ര കവർ ചെയ്തു? എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നാം സെക്കൻഡിൽ കവർ ചെയ്തതിനെ 1 × 10 - 5 കണ്ടോ? ഒന്നാം സെക്കൻഡിൽ കവർ ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ആ സംഖ്യ ഏത് സെക്കൻഡിലാണോ കവർ ചെയ്തത് ആ സംഖ്യ, ആ നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? 5 കുറയ്ക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ? SN which is equal to U plus A/2 into 2n - 1 ഇക്വേഷൻ യൂസ് ചെയ്യണം. യുവിൻ്റെ വാല്യൂ 0 ആണ്. A/2 എന്താണ്? 10 ആണ്. /2 ഇൻറ്റു ഫസ്റ്റ് സെക്കൻഡ്, സോ 2 × 1 - 1 which is equal to 5 എന്ന് കിട്ടും. സോ എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. സോ നമുക്കറിയാം ഫസ്റ്റ് സെക്കൻഡിൽ ഏത് ബോഡിയും എത്ര മീറ്റർ കവർ ചെയ്യും? ഏത് ബോഡി ഡ്രോപ്പ് ചെയ്താലും 1 സെക്കൻഡ് കൊണ്ട് 5 മീറ്റർ ദൂരം കവർ ചെയ്യും. നമുക്കറിയാം. സോ എക്സിൻ്റെ വാല്യൂ എത്രയും തന്നിട്ടുണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 5 മീറ്റർ എന്ന് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ 7x എത്രയായിരിക്കും? 7x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 7 × 5 വിച്ച് ഈസ് ഈക്വൽ ടു 35 മീറ്റർ എന്ന് നമുക്ക് മനസ്സിലായി. അതായത് SN വിച്ച് ഈസ് ഈക്വൽ ടു U plus A/2 ഇൻറ്റു 2n - 1ൽ ഈ SN എത്രയാണ്? ലാസ്റ്റ് സെക്കൻഡിൽ കവർ ചെയ്ത ദൂരമാണെങ്കിൽ എത്രയാണ്? നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 35 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു യുവിൻ്റെ വാല്യൂ 0 ആണ്. A/2 എത്രയാണ്? 10 ആണ്. /2 ഇൻറ്റു 2n - 1 2n - 1 ഈ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലാസ്റ്റ് എത്രാമത്തെ സെക്കൻഡാണ് നമുക്ക് അറിയണം. എൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? സോ ഇത് 5 ആണ്. ഇത് വിട്ടുമ്പോൾ നമുക്ക് 7 കിട്ടും. സോ 7 which is equal to 2n - 1 ഈ ഇത് ഇവിടെ കൊണ്ടുവരാം. സോ 8 എന്ന് കിട്ടും. -1 ഇവിടെ വരുമ്പോൾ 8 എന്ന് കിട്ടും. സോ നമുക്ക് അടുത്ത പേജ് ചെയ്യാം. 8 which is equal to 2n. So 8 which is equal to 2n. n which is equal to 8/2 which is equal to 4 second. So എത്ര സെക്കൻഡാണ്? 4 സെക്കൻഡ്. നമുക്ക് നോക്കാം, ശരിയാണോ നോക്കാം. 4 × 10 - 5 എത്ര കിട്ടും? 35. ശരിയല്ലേ? സോ 4ാം സെക്കൻഡിലാണ് 35 മീറ്റർ കവർ ചെയ്തത്. മനസ്സിലാവുണ്ടോ? സോ ആൻസർ എത്രയാണ്? 4 സെക്കൻഡ്. സിമ്പിളാണ് അല്ലേ? സിമ്പിളാണ്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ സെക്ഷനിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. 14th ക്വസ്റ്റ്യൻ. എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. ഒരു ബോഡി എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ടവറിൻ്റെ മുകളിൽ നിന്നും ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ താഴോട്ട് വീഴുകയാണ്. ഇറ്റ് ഫോൾസ് 40 മീറ്റർ ഡ്യൂറിങ് ലാസ്റ്റ് 2 സെക്കൻഡ്. സോ അവസാനത്തെ 2 സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താണ്? അവസാന സെക്കൻഡ് ആണെങ്കിൽ ഞാൻ പറയുകയാണ് n ആണെങ്കിൽ nth സെക്കൻഡിലും അതുപോലെ അതിന് മുന്നുള്ള സെക്കൻഡ് എത്രയാണ്? n - 1th സെക്കൻഡ് ഉണ്ടോ? അപ്പോൾ nth സെക്കൻഡിലും n - 1th സെക്കൻഡിലും കൂടെ ചേർന്ന് എത്ര ദൂരം സഞ്ചരിച്ചു? 40 മീറ്റർ സഞ്ചരിച്ചു. ദ ഹൈറ്റ് ഓഫ് ദ ടവർ വിൽ ബി. അപ്പം ഹൈറ്റ് ഓഫ് ദ ടവർ ഇൻ മീറ്റർ കണ്ടുപിടിക്കണം. ഉണ്ടോ? ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. അതായത് എന്താണ്? ഈ ബോഡി ആണെങ്കിൽ എത്ര ദൂരമാണ് അല്ലെങ്കിൽ എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കവർ ചെയ്യുന്നത് കണ്ടുപിടിക്കണം. സിമ്പിളാണ്. കാര്യം നമുക്ക് nth സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം നമുക്കറിയാം. എന്താണ്? SN which is equal to ഇക്വേഷൻ എന്താണ്? U plus A/2 into 2n - 1. ഇവിടെയാണെങ്കിൽ
യുവിൻ്റെ വാല്യൂ 0 ആണ്. a/2 എന്നാൽ g/2 ആണ്. g 10/2 എന്ന് പറഞ്ഞാൽ 5. സോ ഇത് എത്രയാണ്? 5 ആണ്. സോ Sn വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 2n - 1 എന്നാണ് ആൻസർ. എന്താണ് ഇതിൻ്റെ? ഇനി ഇതിൻ്റെ ആണെങ്കിലോ Sn - 1 വിച്ച് ഈസ് ഈക്വൽ ടു സമയം എത്രയാണ്? n - 1 ആണ്. സോ 5 അതുപോലെ എഴുതി ഇൻറ്റു 2. എന്നിന് പകരം എന്ത് പറയണം? n - 1 എന്ന് പറയണം. -1 ശരിയല്ലേ? സോ നമുക്കാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പ്ലസ് ഇതാണ്, അതായത് Sn പ്ലസ് Sn - 1 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുണ്ട്? 40 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങോട്ട് മാറ്റി എഴുതാം. തന്നിരിക്കുന്നത് എന്താണ്? 40 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Sn പ്ലസ് Sn - 1 ആണ്. Sൻ്റെ വാല്യൂ എത്ര കിട്ടിയത്? വിച്ച് ഈസ് ഈക്വൽ ടു Sൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 5 ഇൻറ്റു 2n - 1 ആണ്. പ്ലസ് അടുത്ത Sn - 1 ആണ്. സോ ഈ എന്നിന് പകരം n - 1 എന്ന് പറയണം. 5 ഇൻറ്റു 2n - 1 വിച്ച് ഈസ് ഈക്വൽ ടു 5. ഒന്ന് കോമൺ എടുക്കാൻ വേണമെങ്കിൽ 5. സോ 5 കോമൺ എടുത്തു. ഇവിടുന്ന് 5 കോമൺ എടുത്തു. സോ ഇവിടെ എന്തുണ്ട്? 2n - 1 പ്ലസ് ഇവിടെ എന്തുണ്ട്? ഈ 2 അകത്തേക്ക് കൊണ്ടുപോകാം. സോ 2n - 2 ഇവിടെ എന്തുണ്ട്? -1. സോ വിച്ച് ഈസ് ഈക്വൽ ടു 40 ആണ് അല്ലേ? 40 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ഇവിടെ 4 എന്ന് വരും, മൈനസ് ഇതെല്ലാം ചെയ്യുമ്പോൾ 4 എന്ന് വരും. സോ വെട്ടിക്കളയുമ്പോൾ 8 കിട്ടും. സോ 8 വിച്ച് ഈസ് ഈക്വൽ ടു 4n - 4. സോ 12 ഇവിടെ വരുമ്പോൾ 12 ആവും, വിച്ച് ഈസ് ഈക്വൽ ടു 4n. സോ n വിച്ച് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. 3 എന്താണ്? 3 സെക്കൻഡ്. ഓക്കെ, നമുക്ക് ഇനി സമയമാണോ വേണ്ടുന്നത്? അല്ല, സമയമല്ല വേണ്ടുന്നത്, നമ്മൾ ഈ ടവറിൻ്റെ ഹൈറ്റാണ് വേണ്ടുന്നത്. സോ എത്ര സെക്കൻഡായി? ലാസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി 3rd സെക്കൻഡാണ്. അതായത് ഇവിടെ തൊട്ട് ഇവിടം വരെ വരാൻ 3 സെക്കൻഡ് ആവശ്യമുണ്ട്. അങ്ങനെ 3 സെക്കൻഡ് കൊണ്ട് ഈ ബോൾ എന്ത് ദൂരം ട്രാവൽ ചെയ്തു? സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ എന്താണ്? S വിച്ച് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at². ഇതിൽ u എന്താണ്? 0 ആണ്, ഡ്രോപ്പ് ചെയ്യുവാണ് അല്ലേ? അത് 0 ആയിപ്പോയി. വിച്ച് ഈസ് ഈക്വൽ ടു എസിൻ്റെ വാല്യൂ എന്താണ് നമുക്കറിയാം? നെഗറ്റീവ് ആണെന്ന് അറിയാം. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആണ് അല്ലേ? -1/2 gt². സോ മൈനസും മൈനസ് എന്ത് ചെയ്ത് ക്യാൻസൽ ആയിപ്പോയി. സോ എസ് അല്ലെങ്കിൽ എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ജി എത്രയാണ്? 10 ആണ്. ടി എത്രയാണ്? 3² ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 9 45. അത്ര എന്താണ്? മീറ്റർ. സോ ആൻസർ ആണ് 45 മീറ്റർ. മനസ്സിലായോ? സോ വളരെ സിമ്പിളായിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ കഴിയും. എന്തുണ്ടെങ്കിൽ ലോജിക്കും അതുപോലെ നമ്മുടെ ഇക്വേഷനും സൈൻ കൺവേർഷനും അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ കഴിയും. സോ ഇതുപോലെ ധാരാളം ക്വസ്റ്റ്യൻ നമ്മുടെ DPP-യിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ DPP ചെയ്യണം. അപ്പോൾ സംശയം തോന്നും. അങ്ങനെ തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ടും ഡൗട്ട് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. സോ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.